ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളുമായി TCV. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം 3 മുന്നണികൾക്കും നിർണായകം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചനയായി കരുതുന്ന ഫലം സംസ്ഥാന നേതൃത്വം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മത്സര പോരാട്ടം നടന്ന നഗരസഭകളിൽ ആര് വാഴും ആര് വീഴുമെന്ന ആകാംക്ഷയിൽ മുന്നണികൾ. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച പൂത്തോളിൽ നടക്കും. വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. 22,000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 4 നിലകളിലായാണ് TCV ടവർ നിർമ്മാണം പൂർത്തീകരിച്ചത്. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. സഹോദരങ്ങളുടെ വീടുകൾക്ക് നേരെ ഉൾപ്പെടെയാണ് ആക്രമണമുണ്ടായത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. ജില്ലയിലെ വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങൾ അതാത് കേന്ദ്രങ്ങളിൽ നിന്ന് TCV പ്രേക്ഷകരിൽ എത്തിക്കും. ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരസഭാ, കോർപ്പറേഷൻ തലങ്ങളിൽ അതതു സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും. ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരിക്ക് ഒരു ഹാളും ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് വരണാധിമാർക്ക് പ്രത്യേക ഹാളും സജ്ജീകരിക്കും. വരണാധികാരി, ഉപവരണാധികാരി, നിരീക്ഷകർ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറന്ന് ഓരോ വാർഡിലെയും വോട്ടിംഗ് മെഷീനുകളുടെ കൺട്രോൾ യൂണിറ്റുകൾ വോട്ടെണ്ണൽ ഹാളിലേക്ക് എത്തിക്കും. വാർഡ് 1 മുതലുള്ള ക്രമത്തിലാണ് മെഷീനുകൾ എത്തിക്കുക. ഒരു വാർഡിലെ എല്ലാ ബൂത്തുകളും ഒരു മേശയിൽ എണ്ണും. അതിനു മുൻപ് വരണാധികാരിയുടെ മേശയിൽ തപാൽ ബാലറ്റ് എണ്ണി തുടങ്ങും. വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റിലെ സ്വിച്ചിൽ തൊട്ടാൽ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ട് ലഭിക്കും. ഫലം അപ്പോൾ ട്രെൻഡ് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും. ജില്ലയിലെ വോട്ടെണ്ണൽ വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് TCV ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ടർമാർ ചേരും. സ്ക്രീനിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജനവിധി വ്യക്തമായി തന്നെ പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിശകലനങ്ങളും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ന്യൂസ് ഡെസ്ക് TCV. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങളുമായി ചാവക്കാട് പോലീസ്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ ആൾക്കൂട്ടം അനുവദിക്കില്ല. പൊതുജനങ്ങൾക്കും വാഹനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ റോഡിൽ പടക്കം പൊട്ടിക്കാൻ അനുവദിക്കില്ല. വൈകിട്ട് 6 മുൻപായി ആഹ്ലാദ പ്രകടനം അവസാനിപ്പിക്കണം. പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്ന് ചാവക്കാട് SHO VV വിമൽ അറിയിച്ചു. ഗുരുവായൂർ ACP C. പ്രേമാനന്ദൻ, ചാവക്കാട് SHO VV വിമൽ എന്നിവരുടെ നേതൃത്വത്തിൽ 100-ലധികം പോലീസുകാരെയാണ് മേഖലയിൽ ക്രമസമാധാന പാലനത്തിനായി വിന്യസിച്ചിരിക്കുന്നത്. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം 3 മുന്നണികൾക്കും നിർണായകം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചനയായി കരുതുന്ന ഫലം മുന്നണികളുടെ സംസ്ഥാന നേതൃത്വവും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. തൃശൂർ പിടിച്ചാൽ കേരള ഭരണവും കൂടെ പോരുമെന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതൃയോഗങ്ങളിൽ എടുത്തു പറയുന്ന കാര്യം. ജില്ലയുടെ മുൻകാല രാഷ്ട്രീയ ചരിത്രം ഈ വസ്തുതയ്ക്ക് ബലം നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ പോരിൽ ചുവട് പിഴയ്ക്കരുതെന്ന് നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ താഴെത്തട്ടിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് വിജയസാധ്യത മാത്രം മുൻനിർത്തിയാണ് തീരുമാനമെടുത്തത്. അതിനാൽ കാര്യമായ എതിർപ്പുകൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നില്ല. അപൂർവം ചിലയിടങ്ങളിൽ വിമതർ ശക്തരായി മത്സരരംഗത്തിറങ്ങിയെങ്കിലും വെല്ലുവിളിയായിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ജില്ലയിലെ വോട്ടർമാർ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന മുരടിപ്പിലൂന്നിയുള്ള പ്രചരണം ഗുണം ചെയ്തുവെന്നും UDF കണക്കുകൂട്ടുന്നു. DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനും ജില്ലയിൽ നിന്നും പുതിയതായി KPCC ഭാരവാഹികളായവർക്കും ഫലം നിർണായകമാണ്. അതേസമയം LDF ആകട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തദ്ദേശ ഭരണത്തിൽ ഏത് സാഹചര്യത്തിലും മേൽക്കൈ പുലർത്തുന്ന ഇടതുമുന്നണിയെ രാഷ്ട്രീയ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അലോസരപ്പെടുത്തുന്നില്ല. CPM സംഘടനാ സംവിധാനത്തിന്റെ കരുത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പുലർത്തിയ മേൽക്കൈ ഫലത്തിലും കാണാമെന്ന് നേതൃത്വം പറയുന്നു.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ശക്തമായ നടപടികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായെന്നും ഇടത് നേതൃത്വം പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും വിലയിരുത്തലുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയായ KV അബ്ദുൽ ഖാദറിനും CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദനും നേതൃപദവിയിൽ എത്തിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് അംഗമാണിത്. BJPയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ വോട്ടുകളുടെ രാഷ്ട്രീയം ഉരച്ചു നോക്കുന്നതാണ് ഈ ഫലം. ജില്ലയിലെ സംഘടനാ സംവിധാനം 3ആയി വിഭജിച്ച ശേഷമുള്ള ആദ്യ പോരാട്ടം. സിറ്റി ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബും നോർത്തിൽ നിവേദിത സുബ്രഹ്മണ്യനും സൗത്തിൽ AR ശ്രീകുമാറിന്റെയും നേതൃത്വത്തിലാണ് പാർട്ടി കളത്തിലിറങ്ങിയത്. വിവാദങ്ങൾ LDFനെയും UDFനെയും കടന്നാക്രമിക്കാൻ അവർക്ക് അവസരം നൽകുകയും ചെയ്തു. കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കാൻ NDAയ്ക്ക് അവസരം നൽകണമെന്ന പ്രചരണത്തിന്റെ ഗുണഫലവും BJP കാത്തിരിക്കുന്നു. എന്തായാലും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുംകാല രാഷ്ട്രീയ നിക്ഷേപങ്ങളിലേക്കുള്ള മുന്നണികളുടെ ഈടുവയ്പായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അക്കൗണ്ടിൽ കയറുന്ന വോട്ട് കണക്കിലേക്കുള്ള കാത്തിരിപ്പ് തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. TCV ന്യൂസ്, തൃശൂർ. കാൽ നൂറ്റാണ്ടിന് ശേഷം ഗുരുവായൂർ നഗരസഭ ഭരണം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ UDF. എന്നാൽ വികസന നേട്ടങ്ങൾ വോട്ടായി മാറിയതിനാൽ ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് NDAയും ഉറപ്പിക്കുന്നു. 3 വാർഡുകൾ വർദ്ധിച്ച് 46 24 സീറ്റിലധികം നേടുമെന്നാണ് UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികളെ ആദ്യം കളത്തിലിറക്കാനായതും അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായതും വിജയസാധ്യതയായി UDF വിലയിരുത്തുന്നു. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ കഴിഞ്ഞുവെന്നും നേരത്തെ കൌൺസിലർമാരായിരുന്ന 12 പേരെ മത്സരിപ്പിക്കാനായതും വിജയപ്രതീക്ഷ കൂട്ടുന്നു. LDF കൌൺസിലർമാരായിരുന്ന 2 പേരെ UDF സ്ഥാനാർത്ഥികളായി കിട്ടിയതും നേട്ടമായാണ് നേതൃത്വം നോക്കിക്കാണുന്നത്. എന്നാൽ 28 സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇത്തവണ വർദ്ധിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. ദീർഘകാലമായി ഗുരുവായൂർ നിവാസികൾ ആവശ്യപ്പെട്ടിരുന്ന റെയിൽവേ മേൽപ്പാലവും അഴുക്കുചാൽ പദ്ധതിയുമായിരുന്നു LDF പ്രചാരണ ആയുധമാക്കിയത്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതും തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായതുമാണ് LDFന്റെ വിജയപ്രതീക്ഷയ്ക്ക് തിളക്കമേകുന്നത്. മുൻ കൌൺസിലർമാരായിരുന്ന 11 പേരെയാണ് LDF ഇത്തവണ മത്സരരംഗത്തിറക്കിയത്. UDF കൌൺസിലറായിരുന്ന AT ഹംസ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായത് നേട്ടമായാണ് നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 2 സീറ്റ് ഇത്തവണ 5ആയി ഉയരുമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങളും കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാനായതും ഇവരുടെ വിജയപ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ചാലക്കുടി നഗരസഭയിൽ ഇരു മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. വലിയ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്താൻ സാധിക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. 15 വാർഡുകളിൽ അനായാസ വിജയം അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം ഇക്കുറി തിരിച്ചുപിടിക്കുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. 15ഓളം സീറ്റുകളിൽ വിജയം ഉറപ്പെന്ന് അവരും കണക്കുകൂട്ടുന്നു. UDFന്റെ ചില വൻമരങ്ങൾ കടപുഴകുമെന്നും ഇതോടെ LDF ഭരണത്തിലെത്തുമെന്നും നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 2 സീറ്റുകളിൽ വിജയമാണ് NDA പ്രതീക്ഷിക്കുന്നത്. ഇക്കുറി നഗരസഭയിൽ 37 വാർഡുകളുണ്ട്. ആര്യങ്കാല, വെട്ടുകടവ്, മൈത്രി നഗർ, വെട്ടിശ്ശേരിക്കുളം, കണ്ണമ്പുഴ എന്നീ വാർഡുകൾ ത്രികോണ മത്സരത്താൽ ശ്രദ്ധേയമായി. ഇതിൽ വെട്ടുകടവ്, മൈത്രി നഗർ, വെട്ടിശ്ശേരിക്കുളം എന്നിവ UDFന്റെ വിജയപ്പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. ഇവിടങ്ങളിലെ വിജയം പാളിപ്പോയാൽ അത് ഭരണപക്ഷത്തിന് കനത്ത തിരിച്ചടിയാകും. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ വിജയിച്ച UDF അധികാരത്തിലെത്തിയതാണ് ചാലക്കുടി നഗരസഭ. LDFന്റെ അംഗസംഖ്യ 5-ൽ ഒതുങ്ങുകയായിരുന്നു. 3 സ്വതന്ത്രന്മാരും വിജയിച്ചു. ഇത്തവണ 10ഓളം സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ LDFന് വലിയ നേട്ടമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. TCV, ചാലക്കുടി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്.
ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ 3 മുന്നണികളും വിജയ പ്രതീക്ഷയിൽ. 70% നഗരസഭയിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 43 വാർഡുകളുള്ള നഗരസഭയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. പൊറത്തിശ്ശേരി മേഖലയിലെ വോട്ടുകൾ കൂടി പിടിച്ചെടുത്ത് ഭരണ തുടർച്ച ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണി നേതൃത്വം. നഗരസഭയിലെ ചില വാർഡുകളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് UDFനെ അലോസരപ്പെടുത്തുന്നത്. നഗരസഭാ ഭരണം തിരികെ പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് LDF നേതൃത്വം പങ്കുവയ്ക്കുന്നത്. യുവാക്കൾക്ക് പരിഗണന നൽകുന്നതോടൊപ്പം പരിചയസമ്പന്നരായ മുൻ കൗൺസിലർമാരെയും മത്സരിപ്പിക്കാൻ കഴിഞ്ഞത് നേട്ടമായി നേതൃത്വം കരുതുന്നു. ചില വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വിമതശല്യമുണ്ടായത് നേട്ടമാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. പൊറത്തിശ്ശേരി മേഖലയിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചാൽ നഗരസഭാ ഭരണം കൂടെ പോരുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതു നേതൃത്വം. BJPയും അനുകൂലമായ കാറ്റാണ് പ്രതീക്ഷിക്കുന്നത്. കരുവന്നൂർ ബാങ്ക് വിഷയവും ടൗൺ ബാങ്ക് വിഷയവും അനുകൂലമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിയെടുക്കാൻ സാധിച്ചതും NDAയുടെ വിജയപ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. നിലവിൽ 8 കൗൺസിലർമാരാണ് BJPക്കുള്ളത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പോര് കഴിഞ്ഞു. ലാഭനഷ്ട കണക്കുകൾ വിലയിരുത്തുകയാണ് കൊടുങ്ങല്ലൂരിൽ മുന്നണികൾ. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന നഗരസഭകളിലൊന്നായ കൊടുങ്ങല്ലൂരിൽ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആത്മവിശ്വാസത്തിലാണ്. 28 മുതൽ 30 സീറ്റ് വരെ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. സീറ്റ് എത്ര കുറഞ്ഞാലും ഭരണം കയ്യിലിരിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഭരണം പിടിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ BJP 28-ലധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാദ്യമായി കൊടുങ്ങല്ലൂർ നഗരസഭ ഭരണം പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP. ഭരണം സ്വപ്നം കാണുന്നില്ലെങ്കിൽ കൂടി നില മെച്ചപ്പെടുത്തുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഏറ്റവും കുറഞ്ഞത് 5 സീറ്റെങ്കിലും കൈപ്പിടിയിലുണ്ടാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ആർക്കും ഭൂരിപക്ഷമില്ലാതെ വരുന്ന സാഹചര്യത്തിൽ നഗരം ആര് ഭരിക്കണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന ആശയം UDFനുണ്ട്. വാർഡ് പുനഃക്രമീകരണവും പ്രാദേശിക വിഷയങ്ങളും പ്രധാന ഘടകമായ തിരഞ്ഞെടുപ്പിൽ ഫലം പ്രവചനാതീതം തന്നെയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വടക്കാഞ്ചേരി നഗരസഭയിൽ 3 മുന്നണികളും പ്രതീക്ഷയിൽ. നഗരസഭയിൽ നിലവിലുള്ള 23 സീറ്റുകൾ ഇക്കുറി 30 ഉയരുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 പ്രാവശ്യവും കൈവിട്ടുപോയ നഗരസഭ തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് UDF. നിലവിലുള്ള 1 സീറ്റ് 5 വർദ്ധിപ്പിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് NDA. ഗുരുവായൂർ മണ്ഡലത്തിൽ LDF വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന് CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്. ഗുരുവായൂരും ചാവക്കാടും നഗരസഭാ ഭരണത്തിന് തുടർച്ചയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 28 വാർഡുകളാണുള്ളത്. അതിൽ നിന്നും നില മെച്ചപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവും. 2-3 സീറ്റിലധികം കഴിഞ്ഞ വർഷത്തിനേക്കാൾ 2020 സീറ്റ് വർദ്ധിക്കാനാണ് ഗുരുവായൂർ നഗരസഭയിലേറെ സാധ്യത. ചാവക്കാട് നഗരസഭയിലും കഴിഞ്ഞ വർഷം 32 വാർഡായിരുന്നു, ഇത്തവണ 33 വാർഡായി. അതിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം, വാർഡുകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ കണക്കുകൂട്ടൽ തെളിയിക്കുന്നത്. എന്നാൽ 2 പതിറ്റാണ്ടായി നഷ്ടപ്പെട്ട ഭരണം ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി KV സത്താർ പറഞ്ഞു. സംഘടനാപരമായി ഇത്തവണ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചെന്നും സത്താർ പറഞ്ഞു. ചാവക്കാട് നഗരസഭയിൽ ചരിത്ര വിജയത്തിലേക്കാണ് UDF ഇപ്രാവശ്യം പോകുന്നത്. സംഘടനാപരമായും തെരഞ്ഞെടുപ്പ് പരമായും മികച്ച പ്രവർത്തനം എല്ലാ വാർഡുകളിലും കാഴ്ചവെക്കാൻ UDFന്റെ നേതൃത്വത്തിനും ചാവക്കാട് കഴിഞ്ഞിട്ടുണ്ട്. UDF വലിയ വിജയത്തോടുകൂടി ചാവക്കാട് നഗരസഭയുടെ പ്രതാപ കാലത്തേക്ക് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. BJPക്ക് ചാവക്കാട് ഇത്തവണ പ്രാതിനിധ്യമുണ്ടാകുമെന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രതീഷ് ഐനപ്പുളി പറഞ്ഞു. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ വളരെ ശക്തിയേറിയ മത്സരമാണ് BJP കാഴ്ചവെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 9 വാർഡുകളിലെ BJPയുമായിട്ട് നേരിട്ടുള്ള മത്സരമാണ് ചാവക്കാട് മുനിസിപ്പാലിറ്റി നടന്നിട്ടുള്ളത്. അതിൽ എന്ത് തന്നെയായാലും ശരി, കുറച്ചു കാലങ്ങളായിട്ട് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാർട്ടിക്ക് പ്രാതിനിധ്യം ഇല്ലാത്തതാണ്. ഈ ടൈമിൽ എന്ത് തന്നെയായാലും ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ പ്രാതിനിധ്യം എന്തായാലും ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പാർട്ടി സജീവമായിട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച പൂത്തോളിൽ നടക്കും.
സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് കേരള വിഷൻ. അപ്പോൾ കഴിഞ്ഞ 10-25 വർഷമായി വാടക കെട്ടിടത്തിലാണ് കേരള വിഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ അസോസിയേഷൻ്റെ കീഴിലുള്ള തൃശ്ശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനി, തൃശ്ശൂർ ട്രേഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി, അത്തരത്തിലുള്ള കമ്പനികൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പനികളുടെ ഒരു ആസ്ഥാന മന്ദിരം ഒറ്റ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ജില്ലയിലെ 600ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഒരു ഷെയർ സമാഹരണത്തിലൂടെയാണ് നമുക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂർ പൂത്തോള് എക്സൈസ് അക്കാദമിക്ക് മുൻവശത്തായിട്ട് ഒരു 22,000 സ്ക്വയർ ഫീറ്റിൽ പണി നിർത്ത TCV ടവറിൻ്റെ ഉദ്ഘാടനമാണ് ഈ 14-ാം തീയതി നടക്കുന്നത്. പൂത്തോൾ എക്സൈസ് അക്കാദമിക്ക് എതിർവശം 22,000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 4 നിലകളിലായാണ് TCU ടവർ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4-ന് പൂത്തോൾ ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണൽ നടക്കുന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കേരള വിഷൻ ലിമിറ്റഡിന്റെ ഉദ്ഘാടനം മന്ത്രി K. രാജനും TV വിനോദ് കുമാർ മെമ്മോറിയൽ ഹാളിന്റെ ഉദ്ഘാടനം മന്ത്രി R. ബിന്ദുവും നിർവഹിക്കും. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ PB സുരേഷ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, മലയാളം ന്യൂസ് 24/7 മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ്, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, TCV ലിമിറ്റഡ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ, സ്വാഗത സംഘം ചെയർമാൻ TD സുഭാഷ് തുടങ്ങിയവർ സംസാരിക്കും. ജില്ലയിലെ 600ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കും. തുടർന്ന് TCV ഗ്രാൻഡ് സെലിബ്രേഷൻ മെഗാ ഷോയും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P. ആന്റണി, മാനേജിംഗ് ഡയറക്ടർ PB സുരേഷ്, ഡയറക്ടർ CA ബൈജു എന്നിവർ പങ്കെടുത്തു. വരന്തരപ്പിള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. അന്തിരി വീട്ടിൽ ബിജു, സഹോദരൻ ജിജു, കളത്തിപ്പറമ്പിൽ ഷാജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഷാജുവിന്റെ വീട്ടിലെ നക്ഷത്രങ്ങൾ, ചവിട്ടി, ചെടിച്ചട്ടി എന്നിവയും ബിജുവിന്റെയും ജിജുവിന്റെയും വീടുകളിലെ സൈക്കിളുകളും നക്ഷത്രങ്ങളും നശിപ്പിച്ചിരുന്നു. വൈദ്യുതി ഫ്യൂസ് ഊരിമാറ്റിയ നിലയിലായിരുന്നു. കൂടാതെ പൈപ്പിന്റെ ടാപ്പ് തുറന്നുവിടുകയും ചെയ്തു. ശബ്ദം കേട്ട വീട്ടുകാർ ഉണർന്നപ്പോഴാണ് വിവരം അറിയുന്നത്. ഞങ്ങൾ നേരം വെളുത്ത് എനിക്ക് വന്നപ്പോഴേ 3 ചവിട്ടി, 2 ചെടിച്ചട്ടി, 2 ചെരുപ്പ്, ഇതൊന്നും കാണാനില്ല. അത് അങ്ങോട്ട് കയറി നോക്കിയപ്പോൾ റോഡിൻ്റെ അവിടെ ആ സൈഡിൽ ആ കാടിൻ്റെ ഉള്ളിൽ കിടക്കണം. അതൊക്കെ കിട്ടി. നാട്ടുകാരും വരന്തരപ്പള്ളി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കനാലിൽ നിന്ന് ചെരുപ്പുകളും മറ്റ് സാധനങ്ങളും സൈക്കിളുകളും കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ഇനി നഗരത്തിന് നറുമണം ചൊരിയും. ഹരിതചട്ടം പാലിച്ച് വ്യത്യസ്തമാർന്ന മാർഗത്തിലൂടെ മാലിന്യ സംസ്കരണ രംഗത്ത് വീണ്ടും മാതൃകാപരമായ പ്രവർത്തനമാണ് ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ഗുരുവായൂർ നഗരസഭയുടെ 46 വാർഡുകളിലെ 70 പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ശേഖരിക്കാനായി ഇനോക്കുലം നിറച്ച ചെടിച്ചട്ടി കരുതിയിരുന്നു. അജൈവ മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനവും ഉറപ്പുവരുത്തിയിരുന്നു. ചെടിച്ചട്ടിയിൽ ശേഖരിച്ച മാലിന്യത്തിന് മുകളിൽ മണ്ണ് നിറച്ച പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കും. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഈ പൂച്ചട്ടികൾ സ്ഥാപിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ S. ഹർഷീദ് പറഞ്ഞു. നമ്മളെ കന്നി വോട്ടർമാർക്കും അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന വോട്ടർമാർക്കും അവരുടെ വോട്ടിംഗ് ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഒരു മരം തന്നെ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളുടെ അവിടെ ഉണ്ടാകുന്ന, അതായത് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ചെടിച്ചട്ടികളിൽ ഇനോക്കുലം നിറച്ച ചെടിച്ചട്ടികളിലേക്ക് ഇടുകയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അതിനെ തൈയാക്കി മാറ്റി നഗര സൗന്ദര്യവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നഗരത്തിന്റെ മാലിന്യ തൊട്ടിയായിരുന്ന ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധേയമായ നേട്ടമാണ് കൊയ്തത്. TCV ന്യൂസ്, തൃശൂർ. തൃപ്രയാർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രവാദികല ആസ്വാദക സമിതി ഏർപ്പെടുത്തിയ ശ്രീരാമപാദ സുവർണമുദ്ര പുരസ്കാരം കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് സമർപ്പിച്ചു. നടൻ ശിവജി ഗുരുവായൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രവാദികല ആസ്വാദക സമിതി ചെയർമാൻ KM
മോഹനൻ മാരാർ അധ്യക്ഷനായി. ഈ മാസം 15-നാണ് തൃപ്രയാർ ഏകാദശി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയ ദൈവമേ, കണ്ട കള്ളക്കടത്തുകാരനെയൊക്കെ വെട്ടുകൊണ്ടിയാവേണ്ട ഗതിയായി പോയല്ലോ. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി മുതൽ ക്ഷേത്രം കൌണ്ടറിൽ വിതരണം ചെയ്യും. 25 രൂപയാണ് നിരക്ക്. ഒരു ഭക്തന് പരമാവധി 100 രൂപയുടെ അവിൽ നിവേദ്യം ഷീട്ടാക്കാം. കുചേല ദിനത്തോടനുബന്ധിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കഥകളി പദസംഗീതാർച്ചന നടത്തും. കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂമിന്റെ കീഴിൽ പുതുതായി ആരംഭിക്കുന്ന ഖുറാൻ സിറ്റിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4-ന് ഖുറാൻ സിറ്റിയുടെ നിർമ്മാണ ഉദ്ഘാടനം KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി നിർവഹിക്കും. ET ടൈസൺ MLA മുഖ്യാതിഥിയാകും. കയ്പമംഗലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ബുസ്താൻ പ്രസിഡന്റ് PK മുഹമ്മദ്, ട്രഷറർ KA ബഷീർ, പ്രോഗ്രാം ചെയർമാൻ KA കബീർ ബുസ്താനി, ബുസ്താൻ അഡ്മിനിസ്ട്രേറ്റർ അഫ്സൽ, പബ്ലിസിറ്റി കൺവീനർ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മാള പള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. 15 വരെ വൈകിട്ട് 4:30 മുതൽ രാത്രി 9 വരെ നടക്കുന്ന കൺവെൻഷൻ ഫാദർ സാജു ഇലഞ്ഞിയിലാണ് നയിക്കുന്നത്. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ, തിങ്കളാഴ്ച കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ എന്നിവർ കൺവെൻഷനിൽ പങ്കെടുക്കും. വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നൈമിഷാരണ്യത്തിലെ 25ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. സമീപത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നുമാണ് ശ്രീകൃഷ്ണ വിഗ്രഹവുമായി രുക്മിണി പരിവാരങ്ങളോടെ എത്തിയത്. യജ്ഞാചാര്യൻ ഡോക്ടർ K ഉണ്ണികൃഷ്ണ നമ്പൂതിരി യജ്ഞവേദിയിൽ ഘോഷയാത്രയെ സ്വീകരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് K രാമചന്ദ്രൻ, ട്രഷറർ രുക്മിണി, കൺവീനർ ഗോപി അറക്കൽ, ജോയിന്റ് സെക്രട്ടറി വൈശാഖി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച യുവനടൻ അഖിൽ വിശ്വനാഥിന് ജന്മനാട് യാത്രാമൊഴിയേകി. സംസ്ഥാന അവാർഡ് നേടിയ ചോല ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഖിൽ വിശ്വനാഥ് മറ്റത്തൂർ, ചുങ്കാൽ, പോൾസൻപടി, ചെഞ്ചേരി വളപ്പിൽ വിശ്വനാഥിന്റെ മകനാണ്. ഓപ്പറേഷൻ ജാവ ഉൾപ്പെടെയുള്ള സിനിമകളിലും ടെലിഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രതീഷ് വേഗ സംവിധാനം ചെയ്ത ടെലിഫിലിമിലാണ് സഹോദരൻ അരുണിനൊപ്പം ആദ്യമായി അഭിനയ രംഗത്തെത്തിയത്. ഈ ടെലിഫിലിമിലെ അഭിനയത്തിന് 2010 സംസ്ഥാന സർക്കാരിന്റെ മികച്ച ബാലതാരങ്ങൾക്കുള്ള ടെലിവിഷൻ അവാർഡ് ഇരുവരും നേടിയിരുന്നു. തൃപ്രയാർ ഏകാദശിക്കുള്ള ആനച്ചമയങ്ങളുടെ പ്രദർശനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെ ജീവധനം കാര്യാലയത്തിലാണ് ചമയ പ്രദർശനം നടന്നത്. തൃശൂർ പൂരത്തിന്റെ പാറമേക്കാവ് വിഭാഗം പ്രധാന ചമയ പണിക്കാരനായ വസന്തകുമാർ കുന്നത്തങ്ങാടിയാണ് ചമയ പണികൾക്ക് നേതൃത്വം വഹിച്ചത്. പ്രദർശനം കാണാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ എത്തിയിരുന്നു. കലാകാരന്മാരെ പ്രദർശന വേദിയിൽ ആദരിച്ചു. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 16-ന് വിജയ് ദിവസ് ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കിഴക്കേനടയിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം തയ്യാറാക്കിയ അമർ ജവാൻ സ്തൂപത്തിൽ രാവിലെ 10-ന് പുഷ്പാർച്ചനയോടെ ആരംഭിക്കും. ലഫ്റ്റനന്റ് കേണൽ CK ബാബു ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ KK വേലായുധൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, K സുഗതൻ, ഡോക്ടർ KB പ്രഭാകരൻ, AK ശിവാനന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അയ്യന്തോൾ മോഡൽ റോഡിൽ പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട വാഹനം വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് നിന്നത്. ഇനി വാണിജ്യം.
കൊച്ചി ആസ്ഥാനമായി 1/4 നൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചുവരുന്ന ബിസ്മണി ഫിനാൻഷ്യൽ സർവീസസിന്റെ കീഴിലുള്ള യൂണിമണിയുടെ തൃശൂർ ബ്രാഞ്ച് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കൊക്കാല കാസിനോ കോംപ്ലക്സിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച യൂണിമണി തൃശൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം വിസ്മണി ഫിനാൻഷ്യൽ സർവീസിന്റെ ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ആർ കൃഷ്ണൻ നിർവഹിച്ചു. CFO മനോജ് വി മാത്യു, COO ബി സതീഷ് കുമാർ, CPO ആർ രതീഷ്, നാഷണൽ ബിസിനസ് മേധാവികളായ പ്രകാശ് ഭാസ്കർ, ജോൺ ജോർജ്, കെ ടൈറ്റസ്, സെൻട്രൽ കേരള സോണൽ മേധാവി സന്തോഷ് ഉണ്ണിത്താൻ, റീജിയണൽ മേധാവി കെ സതീഷ്, ബ്രാഞ്ച് മേധാവി പി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിൽ തന്നെ ആദ്യമായി 25 കറൻസികൾ ഒറ്റ കാർഡിൽ ലഭ്യമാകുന്ന വിസ് വോയേജർ മൾട്ടി കറൻസി ട്രാവൽ കാർഡിന്റെ സവിശേഷതകൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. 7 എക്സ്ക്ലൂസീവ് ഓപ്ഷനുകൾ ഉൾപ്പെടെ 25 ആഗോള കറൻസികളെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ ആദ്യ ട്രാവൽ കാർഡാണിത്. ഇൻസ്റ്റന്റ് ഇൻ-ആപ്പ് കറൻസി എക്സ്ചേഞ്ച്, ക്യാഷ് ഓവർ ദി കൗണ്ടർ സപ്പോർട്ട്, സർചാർജ് രഹിത ATM പിൻവലിക്കലുകൾ, സ്മാർട്ട് AI അധിഷ്ഠിത സ്പെൻഡ് അനലിറ്റിക്സ്, 24/7 വാട്സാപ്പ് സഹായം തുടങ്ങിയ സവിശേഷതകൾ അടങ്ങിയ ഈ ട്രാവൽ കാർഡ് എല്ലാ അന്താരാഷ്ട്ര യാത്രകളും സുഗമമാക്കാൻ സഹായിക്കും. ഇന്ത്യയിലുടനീളം 317ഓളം ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നതായും ഈ സാമ്പത്തിക വർഷം 35 ബ്രാഞ്ചുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുമെന്നും ഡയറക്ടറും CEOയുമായ ആർ കൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യയിൽ മൊത്തം ഞങ്ങൾക്ക് 320 ബ്രാഞ്ച് ഉണ്ട്. 35 ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. 355 ബ്രാഞ്ചിലേക്ക് പോകാന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ലക്ഷ്യം. ഞങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇൻവേർഡ് മണി ട്രാൻസ്ഫർ വെച്ചാണ് തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് കടന്നു, ട്രാവൽ ആൻഡ് ഹോളിഡേയ്സിലേക്ക് കടന്നു, ഗോൾഡ് ലോൺസിലേക്ക് കടന്നു, പ്രീപെയ്ഡ് വാലറ്റ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ വിസ് വോയേജർ എന്ന് പറഞ്ഞൊരു മൾട്ടി കറൻസി കാർഡും ലോഞ്ച് ചെയ്തു. ഇതെല്ലാം ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് കസ്റ്റമേഴ്സിന്റെ സ്നേഹവും ഫീഡ്ബാക്കിലൂടെയാണ്. ഇനിയും അങ്ങോട്ട് അത് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണം അയക്കാനുള്ള സൗകര്യം, ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ്, ഗോൾഡ് ലോൺ, മണി ട്രാൻസ്ഫർ, യൂട്ടിലിറ്റി പേയ്മെന്റ്, ഇൻഷുറൻസ് തുടങ്ങിയ സേവനങ്ങളും ഉത്തരവാദിത്തത്തോടെ യൂണിമണി നൽകി വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9847488810. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,160 രൂപ, പവന് 97,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളുമായി TCV. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം 3 മുന്നണികൾക്കും നിർണായകം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചനയായി കരുതുന്ന ഫലം സംസ്ഥാന നേതൃത്വം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മത്സര പോരാട്ടം നടന്ന നഗരസഭകളിൽ ആര് വാഴും ആര് വീഴുമെന്ന ആകാംക്ഷയിൽ മുന്നണികൾ. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച പൂത്തോളിൽ നടക്കും. വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. 22,000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 4 നിലകളിലായാണ് TCV ടവർ നിർമ്മാണം പൂർത്തീകരിച്ചത്. വരന്തരപ്പിള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. സഹോദരങ്ങളുടെ വീടുകൾക്ക് നേരെ ഉൾപ്പെടെയാണ് ആക്രമണം ഉണ്ടായത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.